സാർ ഒരുപാട് പേരെ ഹിപ്നോട്ടിസം ചെയ്യാറുണ്ടല്ലോ, അവയിൽ ഏതെങ്കിലും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാമോ? തീർച്ചയായും. പഞ്ചേന്ദ്രിയങ്ങളിൽ വിഭ്രംശനം സൃഷ്ടിച്ചുകൊണ്ട് ആന്തരികവും ബാഹ്യവുമായി നിദ്രാവിധേയത്വത്തിന്റെ മേഖലകളിലെത്തിക്കുന്ന പ്രതിഭാസത്തിനാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഇവിടെ ഒരു സബ്ജക്റ്റിനെ കെറ്റലപ്സി ബ്രിഡ്ജ് എന്നുള്ള ഒരു ഡെമോ ആണ് ഞാൻ കാണിക്കുന്നത്. 3 സ്റ്റൂളുകൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. ഈ സ്റ്റൂളിൽ ഹിപ്നോട്ടൈസ് ചെയ്ത ഒരു സബ്ജക്റ്റിനെ കിടത്തിയതിന് ശേഷം നടുവിലെ സ്റ്റൂൾ എടുത്തു മാറ്റുകയും അതിനുശേഷം ഒരു സബ്ജക്റ്റിനെ അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കോർത്ത് പിടിച്ച് തലയിൽ ഇനി എൻ്റെ കണ്ണുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എൻ്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കുക. നീ ഇപ്പോൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഞാൻ പറയുന്നതല്ലാതെ മറ്റൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. നിന്റെ ഏകാഗ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കുക. നിന്റെ കണ്ണുകളുടെ ഭാരം കൂടിക്കൂടി വരുന്നു. നിന്റെ കണ്ണുകൾ അടഞ്ഞു വരുന്നു. കൺപോളകൾ കൂമ്പി അടഞ്ഞു വരുന്നു. കണ്ണടയ്ക്കൂ. കൺപോളകൾ കൂമ്പി അടഞ്ഞു വരുന്നു. കണ്ണടയ്ക്കൂ. ശാന്തമാ. നിന്റെ ഇരു കൈകളും താഴ്ന്നു വരട്ടെ. കൈകൾ അയഞ്ഞ് വരട്ടെ. താഴ്ന്നു വരട്ടെ. അത് ശരീരത്തോട് ചേർത്ത് വെക്കുക. ശാന്തമാ. റിലാക്സ്. ശാന്തമായി ഉറങ്ങൂ. നിന്നെ ഞാനിതാ താങ്ങി പിടിച്ചിരിക്കുന്നു. പിറകോട്ട് ചാഞ്ഞ് എൻ്റെ കൈകളിലേക്ക് ചാഞ്ഞ് കിടന്നുറങ്ങിക്കോളൂ. ശാന്തമായി ചാഞ്ഞ് കിടന്നുറങ്ങിക്കോളൂ. ശാന്തമായി ഉറങ്ങൂ. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചില്ലാത്ത സ്വസ്ഥതയും ശാന്തതയും അനുഭവപ്പെടുന്നു. നിന്റെ ശരീരം ഇപ്പോൾ ഇരുമ്പ് പോലെ ഉറച്ചിരിക്കുകയാണ്. പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. എത്ര ഭാരം വേണമെങ്കിലും നിനക്ക് താങ്ങാൻ സാധിക്കുന്നതാണ്. നിന്റെ ശരീരം ഇപ്പോൾ ഇരുമ്പ് പോലെ ഉറച്ചിരിക്കുകയാണ്. എത്ര ഭാരം വേണമെങ്കിലും താങ്ങാൻ സാധിക്കുന്നതാണ്. നിന്റെ ശരീരം ഇപ്പോൾ ഇരുമ്പ് പോലെ ഉറച്ചിരിക്കുകയാണ്. നീ ഇപ്പോൾ സുഖകരമായ ഒരു ഹിപ്നോട്ടിക് വിശ്രമാവസ്ഥയിലാണ്. ഈ സുഖകരമായ വിശ്രമാവസ്ഥയിലും എന്തെന്നില്ലാത്ത ശാന്തത നിനക്ക് അനുഭവപ്പെടുന്നു. സ്വസ്ഥത നിനക്ക് അനുഭവപ്പെടുന്നു. എന്റെ നിർദ്ദേശങ്ങൾ നീ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്തമായി വിശ്രമിക്കൂ. നീ ഇപ്പോൾ സുഖകരമായ ഒരു ഹിപ്നോട്ടിക് വിശ്രമാവസ്ഥയിലാണ്. എല്ലാ മാംസപേശികളുടെയും മുറുക്കം അയഞ്ഞ് വരുന്നു. കൈകാലുകളിലെ എല്ലാ മാംസപേശികളുടെയും മുറുക്കം അയഞ്ഞ് വരികയാണ്. ഞാൻ 1, 2, 3 എന്നെണ്ണുമ്പോൾ ഈ വിശ്രമാവസ്ഥയിൽ നിന്നും പുതിയൊരു ഉണർവോടും ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി എഴുന്നേൽക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു വരുന്നു. 1, 2, 3. നീ ഇതാ ഉണർന്നുകൊണ്ടിരിക്കുന്നു. 3. നീ ഇതാ ഉണർന്നു കഴിഞ്ഞു. കണ്ണു തുറക്കൂ. ഓക്കെ. താങ്ക്സ്. ഇപ്പോൾ നിങ്ങൾ